ദിസ് ഇസ് ജിബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 8ാമത്തെ ചാപ്റ്ററിൻ്റെ 5ാമത്തെ പാർട്ടാണ് നോക്കുന്നത്. ഇതിൽ ഡിവോഷണൽ പാത്ത് ടു ദ ഡിവൈൻ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് മേജർ ഭക്തി സെയിൻസ് ആൻഡ് ദ റീജിയൻസ് അസോസിയേറ്റഡ് വിത്ത് ദം, ഇങ്ങനെയൊരു മാപ്പാണ് ആദ്യം നോക്കുന്നത്. മേജർ ഭക്തി സെയിൻസ്, ഭക്തി സെയിൻസിൻ്റെ മെയിനായിട്ടുള്ള ഭക്തി സെയിൻസിനെ കുറിച്ചും അവർ എവിടെയായിരുന്നു, അവരുടെ മെയിനായിട്ടുള്ള റീജിയൻ ഏത് സ്റ്റേറ്റിലായിരുന്നു, അതിനെക്കുറിച്ചാണ് ഒരു മാപ്പിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ മാപ്പ്. ഇന്ത്യയുടെ മാപ്പിൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഇപ്പോഴത്തെ കാശ്മീരിൽ, ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ അവിടെയായിട്ട് ഉണ്ടായിരുന്ന ഒരു മേജർ സെയിൻറ്റാണ് ഗുരുനാനാക്ക്. അത് കഴിഞ്ഞ് രാജസ്ഥാൻ്റെ അവിടെ എത്തുമ്പോൾ ഇവിടെ ദാദു, അതുപോലെ തന്നെ ആ ഭാഗത്ത് തന്നെ ഇപ്പോൾ രാജസ്ഥാനും ഗുജറാത്തൊക്കെ ഉള്ള ആ ഭാഗത്ത് മീരാബായി, പിന്നെ ഗുജറാത്തിൽ നാർസി മെഹ്ത്ത, പിന്നെ ജ്ഞാനേശ്വർ ഈ മഹാരാഷ്ട്രയിൽ, നംദേവും മഹാരാഷ്ട്ര, ഏക്നാഥ് മഹാരാഷ്ട്ര, തുക്കാറാം മഹാരാഷ്ട്ര, ബസവന നമ്മുടെ കർണാടക, പിന്നെ പുരണ്ടരദാസ നമ്മുടെ ആന്ധ്ര, പിന്നെ മാണിക്യവസകർ നമ്മുടെ തമിഴ്നാട്, രാമാനുജ അതും തമിഴ്നാട്, നമ്മാൽവർ അതും തമിഴ്നാട്ടിൽ, പിന്നെ രാംദാസ് ആന്ധ്ര ഒറീസയുടെ ആ ഭാഗത്ത്, അതുപോലെ തന്നെ പിന്നെ സൂർദാസ് ഉത്തർപ്രദേശ്, പിന്നെ രാമാനന്ദ അത് ഉത്തർപ്രദേശ്, കബീർ, പിന്നെ റായ്ദാസ്, വല്ലഭാചാര്യ, തുളസിദാസ്, ഇതെല്ലാം ഈ UP MP ഭാഗത്ത്, മധ്യപ്രദേശും UP ഭാഗത്തുള്ള സെയിൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ചൈതന്യ ദേവ എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബംഗാൾ സൈഡിലെ, ശങ്കരദേവ ഇത് ആസാം ആ ഭാഗത്തുള്ള സെയിൻസ്. അപ്പോൾ ഇവരൊക്കെ മേജർ ഭക്തി സെയിൻസ് ആയിരുന്നു. ആൻഡ് അവരുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള റീജിയൻസുമാണ് നമ്മളിപ്പോൾ നോക്കിയത് ഇന്ത്യയുടെ മാപ്പിൽ. നമുക്ക് ന്യൂ റിലീജിയസ് ഡെവലപ്മെൻറ്റ്സ് ഇൻ നോർത്ത് ഇന്ത്യയിലെ പുതിയ റിലീജിയസ് ഡെവലപ്മെൻറ്റ്സും റിലീജിയസ് സെയിൻസും അതിനെല്ലാം കുറിച്ചാണ് ഈ ഭാഗത്തിൽ ഈ പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. The period after the 13th century saw a new wave of Bhakti movement in North India. വടക്കേ ഇന്ത്യയിലെ ഒരു പുതിയ ഭക്തി മൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തു വന്നു. എപ്പോഴാണ്? ദ പീരീഡ് ആഫ്റ്റർ ദ 13th century, 13ാമത്തെ സെഞ്ച്വറി കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ഭക്തി മൂവ്മെൻറ്റ് കാണാൻ പറ്റി. നോർത്ത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തു വരുന്നത് കാണാൻ പറ്റി. This was an age when Islam, then Brahmanical Hinduism, Sufism and various strands of Bhakti and the Nathpans, Siddhas and Yogis influenced one another. This was an age when ഇസ്ലാമും അതുപോലെ തന്നെ ഹിന്ദുയിസവും സൂഫിസവും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭക്തി മൂവ്മെൻറ്റും നാഥ് പന്തുകളും സിദ്ധാസും യോഗീസും അവരെല്ലാവരും അന്യോന്യം ഇൻഫ്ലുവൻസ് ചെയ്ത, അന്യോന്യം കുറേ കൊടുക്കൽ വാങ്ങലുകൾ, അന്യോന്യം ഇൻഫ്ലുവൻസ് ചെയ്ത കാലഘട്ടമായിരുന്നു അത്. വി സോ ദാറ്റ് ന്യൂ ടൗൺസ്, ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കി ന്യൂ ടൗൺസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതും ന്യൂ കിങ്ഡംസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതും ചാപ്റ്റർ 2, 3, 4 നമ്മൾ പഠിച്ചു. വേറെ എമേർജിങ്, അതൊക്കെ ഇങ്ങനെ പുതിയ ടൗണുകളും പുതിയ കിങ്ഡംസും എല്ലാം ഉണ്ടാകുന്നതെല്ലാം നമ്മൾ പഠിച്ചു ഈ പാഠങ്ങളിൽ. ആൻഡ് പീപ്പിൾ വർ ടേക്കിംഗ് അപ്പ് ന്യൂ പ്രൊഫഷൻസ്, പുതിയ പ്രൊഫഷൻസ് അല്ലെങ്കിൽ ജോലികൾ
ഓരോരുത്തരും ഏറ്റെടുക്കുന്നതും ചെയ്യുന്നതും അതെല്ലാം പഠിച്ചു. ഫൈൻഡിങ് ന്യൂ റോൾസ് ഫോർ ദെംസെൽഫ്, അവർക്ക് സ്വന്തമായിട്ട് പുതിയ പുതിയ റോളുകൾ, പുതിയ പുതിയ ജോലികൾ അവർ തിരഞ്ഞെടുക്കുന്നതും അതെല്ലാം നമ്മൾ കണ്ടു. അതിൻ്റെ കൂടെ തന്നെ ന്യൂ റിലീജിയസ് ഡെവലപ്മെൻറ്റ്സും നോർത്ത് ഇന്ത്യയിൽ കാണാൻ പറ്റി. സച്ച് പീപ്പിൾ, എസ്പെഷ്യലി ക്രാഫ്റ്റ് പേഴ്സൺസും പെസൻസും ട്രേഡേഴ്സും ലേബറേഴ്സും അവരെല്ലാവരും എന്ത് ചെയ്തു? ത്രോങ്ഡ് ടു ലിസൺ ടു ദീസ് ന്യൂ സെയിൻസ്, ഈ പുതിയ സെയിൻസ് അല്ലെങ്കിൽ സന്യാസിമാരും പറയുന്നതെല്ലാം കേൾക്കാനും അവരുടെ പഠിപ്പിക്കൽ അല്ലെങ്കിൽ അവരുടെ പ്രീച്ചിങ്സ് കേൾക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് കാണിച്ചു, തടിച്ചുകൂടി. ആൻഡ് സ്പ്രെഡ് ദെയർ ഐഡിയാസ്. ഇങ്ങനെയുള്ള ഇസ്ലാമിൻ്റെയും ഹിന്ദുയിസത്തിൻ്റെയും സൂഫിസത്തിൻ്റെയും ഭക്തിയുടെയും നാത്ത് പന്ത്സിൻ്റെയും സിദ്ധാസിൻ്റെയും യോഗീസിൻ്റെയും എല്ലാം കേൾക്കുകയും അവരുടെ ഐഡിയാസ് പ്രചരിപ്പിക്കുകയും ചെയ്തു. സം ഓഫ് ദെം ലൈക്ക് കബീർ ആൻഡ് ബാബ ഗുരു നാനാക്ക്, കബീർ ദാസ് അല്ലെങ്കിൽ ബാബ ഗുരു നാനാക്ക് റിജക്റ്റഡ് ഓൾ ഓർത്തഡോക്സ് റിലീജിയൻസ്, എല്ലാ റിലീജിയൻസിനെയും അവർ എതിർത്തു. അതേഴ്സ് ലൈക്ക് തുളസിദാസ്, മറ്റ് പലരും അതിലുള്ളതാണ് തുളസിദാസ് ആൻഡ് സൂർദാസ് accepted the existing beliefs and practices but wanted to make these accessible to all. അപ്പോൾ ഈ കബീർ ദാസും അതുപോലെ തന്നെ ബാബ ഗുരുനാനാക്ക് എല്ലാം ഇങ്ങനെയുള്ള ഈ ഓർത്തഡോക്സ് റിലീജിയൻസ് മതങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അത് ആ പ്രാക്ടീസസിനെല്ലാം എതിർത്തു. പക്ഷേ തുളസിദാസ്, സൂർദാസ് അവരെല്ലാവരും ഇതിനെ അക്സെപ്റ്റ് ചെയ്തു. ആ റിലീജിയൻസിനെയും അവരുടെ പ്രാക്ടീസസിനെയും ഒക്കെ അക്സെപ്റ്റ് ചെയ്തു. ബട്ട് വാണ്ടഡ് ടു മേക്ക് ദീസ് ആക്സസിബിൾ ടു ഓൾ. അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ റിലീജിയസ് പ്രാക്ടീസസും ഈ റിലീജിയൻസും ഒക്കെ എല്ലാവർക്കും കിട്ടണം. താഴ്ന്നവർക്കും, താഴ്ന്ന ജാതിക്കാർക്കും, വലിയ ജാതിക്കാർക്കും, ഉയർന്ന ജാതിക്കാർക്കും എല്ലാവർക്കും കിട്ടണം എന്നതാണ് തുളസിദാസും സൂർദാസും ഒക്കെ ചിന്തിച്ചത്. തുളസിദാസ് കൺസീവ്ഡ് ഓഫ് ഗോഡ് ഇൻ ദ ഫോം ഓഫ് രാമനിലാണ് വിശ്വസിച്ചത്. തുളസിദാസ് കോമ്പോസിഷൻ എന്ന എഴുതിയിരിക്കുന്നത് രാമചരിതമാനസ് എഴുതിയത് തുളസിദാസാണ്. റിട്ടൺ ഇൻ അവധി ലാംഗ്വേജ്. അവധ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരു ഈസ്റ്റേൺ ഉത്തർപ്രദേശിലെ സ്ഥലമാണ്, കിഴക്കൻ ഉത്തർപ്രദേശിലെ സ്ഥലമാണ് അവധ്. അപ്പോൾ അവിടുത്തെ ലാംഗ്വേജാണ് അവധി. ആ അവധി ലാംഗ്വേജിലാണ് ഈ രാമചരിതമാനസ് തുളസിദാസ് എഴുതിയിരിക്കുന്നത്. ഈസ് ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻ ഓഫ് ഹിസ് ഡിവോഷൻ ആൻഡ് ആസ് എ ലിറ്റററി വർക്കായിട്ടും അയാൾ ആ തുളസിദാസിൻ്റെ രാമനോടുള്ള ഡിവോഷനൊക്കെയാണ് ആ രാമചരിതമാനസ് എന്ന ബുക്കിൽ എഴുതിയിരിക്കുന്നത്. സൂർദാസ് വാസ് എൻ ആർഡൻറ്റ് ഡിവോട്ടി ഓഫ് കൃഷ്ണൻ്റെ ഡിവോട്ടി ആയിരുന്നു സൂർദാസ്, കൃഷ്ണഭക്തനായിരുന്നു സൂർദാസ്. ഹിസ് കോമ്പോസിഷൻ എഴുത്ത് compiled in the സുർസാഗര, സരസവലി ആൻഡ് സാഹിത്യ ലഹരി എക്സ്പ്രസ് ഹിസ് ഡിവോഷൻ. ഇങ്ങനെയുള്ള ഈ സുരസാഗരയും സരസരാവലി അതുപോലെ തന്നെ സാഹിത്യ ലഹരി അതെല്ലാം ഈ സൂർദാസിൻ്റെ കൃഷ്ണനോടുള്ള ഭക്തിയാണ് ഇതിലെല്ലാം പ്രകടമായിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. ഓൾസോ കോൺടെമ്പററി വാസ് ശങ്കരദേവ ഓഫ് ആസാം. നമ്മൾ ആ മാപ്പിൽ ഇതെല്ലാം കണ്ടിട്ടുണ്ട്, അവർ ഏതൊക്കെ സ്ഥലത്തുള്ളതാണെന്ന്. ഇവിടെ ശങ്കരദേവ ഓഫ് ആസാമിലെ ശങ്കരദേവ ലേറ്റ് 15th century ഹൂ എംഫസൈസ്ഡ് ഡിവോഷൻ ടു വിഷ്ണു. അത് ശങ്കരദേവ വിഷ്ണുവിൻ്റെ ഭക്തനായിരുന്നു. ആൻഡ് കമ്പോസ്ഡ് പോയംസ് ആൻഡ് പ്ലേസ് ഇൻ ആസാമീസ് ലാംഗ്വേജിലാണ് ശങ്കരദേവ വിഷ്ണുവിനെക്കുറിച്ച് കവിതകളും നാടകങ്ങളും എല്ലാം എഴുതിയിരിക്കുന്നത്. ഹി ബിഗാൻ ദ പ്രാക്ടീസ് ഓഫ് സെറ്റിംഗ് അപ്പ് namghar or houses of recitation and prayer, a practice that continues
to date. So he began the practice of setting of namgar. Namgar എന്ന് പറഞ്ഞാൽ ഈ ഹാളുകൾ, ഹൗസുകൾ, വീട് ഹൗസസ് ഓഫ് റെസിറ്റേഷൻ ആൻഡ് പ്രെയർ. ഇപ്പോൾ കവിതകൾ പാടാനും ദൈവത്തെ സ്തുതിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഹൗസസ് ആണ് ഈ നംഗർ. അപ്പോൾ ഈ ആസാമിലെ ശങ്കരദേവനാണ് ഇങ്ങനെയുള്ള നംഗറുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയതും അതുപോലെ തന്നെ അങ്ങനെ ഇപ്പോഴും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. ദിസ് ട്രഡീഷൻ ഓൾസോ ഇൻക്ലൂഡഡ് സെയിൻറ്റ്സ് ലൈക്ക് ദാദു ദയാൽ, രവിദാസ്, മീരാബായി, അങ്ങനെയുള്ള സെയിൻസും ഉണ്ടായിരുന്നു, സന്യാസിമാർ. മീരാബായി വാസ് രാജ്പൂത്ത് പ്രിൻസസ്. രാജ്പൂത്തിലെ പ്രിൻസസ് ആയിരുന്നു ഈ മീരാബായി. മാരീഡ് ഇൻ ടു എ റോയൽ ഫാമിലി ഓഫ് മേവാർ ഇൻ ദ 16th century മേവാർ ഫാമിലിയിൽ മാരേജ് ചെയ്ത, കല്യാണം കഴിച്ചു കൊണ്ടുപോയ രാജ്പൂത്തിലെ രാജകുമാരിയായിരുന്നു ഈ മീരാബായി. മീരാബായി ബിക്കെയിം എ ഡിസൈപ്പിൾ ഓഫ് രവിദാസിൻ്റെ ശിഷ്യയായി. എ സെയിൻറ്റ് ഫ്രം ദ കാസ്റ്റ് കൺസിഡേർഡ് അൺടച്ചബിൾ എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ ഉള്ള, അതായത് തൊട്ടുകൂടാത്തവരാണെന്ന് കരുതിയിരുന്ന ലോ കാസ്റ്റിലുണ്ടായിരുന്ന രവിദാസിൻ്റെ ഡിസൈപ്പിൾ അല്ലെങ്കിൽ ശിഷ്യയായിട്ടാണ് മീരാബായി ഉണ്ടായിരുന്നത്. മീരാബായി അങ്ങനെ രവിദാസിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ഷീ വാസ് ഡിവോട്ടഡ് ടു കൃഷ്ണഭക്തിയായിരുന്നു. ആൻഡ് കമ്പോസ്ഡ് ഇന്യൂമറബിൾ ഭജൻസ്, ഒരുപാട് ഭജൻസ് എഴുതി. എക്സ്പ്രസിങ് ഹെർ ഇൻറ്റൻസ് ഡിവോഷൻ, മീരാബായിൻ്റെ ഡിവോഷൻ അല്ലെങ്കിൽ ഭക്തി കാണിച്ചുകൊണ്ട്, കൃഷ്ണനോടുള്ള ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഭജൻസ് എഴുതി. ഹെർ സോങ്സ് ഓൾസോ ഓപ്പൺലി ചലഞ്ച്ഡ് ദ നോംസ് ഓഫ് ദ അപ്പർ കാസ്റ്റിൽ അല്ലെങ്കിൽ വലിയ ജാതിയിലുള്ള ഉയർന്ന മുന്തിയ ജാതിയിലോടുള്ള അവരെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഉള്ള ഒരുപാട് പാട്ടുകൾ ഈ മീരാബായി എഴുതി. ആൻഡ് ബിക്കെയിം പോപ്പുലർ വിത്ത് ദ മാസസ് ഓഫ് രാജസ്ഥാൻ ആൻഡ് ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ, മീരാബായിൻ്റെ സോങ്ങുകൾ വളരെ പോപ്പുലറായിരുന്നു, പ്രസിദ്ധമായിരുന്നു. A unique feature of the most saints is that their works were composed in the regional languages and could be sung. അപ്പോൾ ഈ യുണീക്ക് ഫീച്ചർ, ഈ എല്ലാ സെയിൻസിൻ്റെയും ഈ എല്ലാ സന്യാസിമാരുടെയും മെയിൻ കോമ്പോസിഷൻ, ഇവരെല്ലാം എഴുതിയിരിക്കുന്നത് എന്തിലാണ്? റീജിയണൽ ലാംഗ്വേജ്, ഓരോ സ്ഥലത്തിലുള്ള അവിടുത്തെ ലാംഗ്വേജിലാണ്, ഭാഷയിലാണ് അവരെല്ലാ കൃതികളും എഴുതിയിരിക്കുന്നത്. ആൻഡ് കുഡ് ബി സങ്, ഇതെല്ലാം പാടാൻ പറ്റിയ രീതിയിലാണ് അവരെല്ലാം എഴുതിയിരിക്കുന്നത്. ദേ ബിക്കെയിം ഇമ്മെൻസ്ലി പോപ്പുലർ, ഒരുപാട് പോപ്പുലറായി. ആൻഡ് വെർ ഹാൻഡഡ് ഡൗൺ ഓറലി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അങ്ങനെ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് അവരിങ്ങനെ പാടി ഒരു ജനറേഷനിൽ നിന്ന് മറ്റ് ജനറേഷനിലോട്ട് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ അവരുടെ പാട്ടുകൾ പോകുമായിരുന്നു. യൂഷ്വലി ദ പൂവറസ്റ്റ്, മോസ്റ്റ് ഡിപ്രൈവ്ഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് വുമൻ ട്രാൻസ്മിറ്റഡ് ദീസ് സോങ്സ്, ഓഫൺ ആഡിങ് ദെയർ ഓൺ എക്സ്പീരിയൻസസ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഒരു ജനറേഷനിൽ നിന്ന് മറ്റ് ജനറേഷനിലോട്ട് പോയെന്ന് പറഞ്ഞാൽ, ഹാൻഡഡ് ഡൗൺ ഓറലി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. യൂഷ്വലി ആരൊക്കെയാണ് അതിനെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റ് ജനറേഷനിലോട്ട് കൊണ്ടുപോയത്? പൂവറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പത്തില്ലാത്ത ആൾ. അതുപോലെ തന്നെ മോസ്റ്റ് ഡിപ്രൈവ്ഡ് കമ്മ്യൂണിറ്റീസ്, ഒരുപാട് ലോ ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ, താഴ്ന്ന ജാതിക്കാർ, പിന്നെ വുമൻ, സ്ത്രീകൾ ട്രാൻസ്മിറ്റഡ് ദീസ് സോങ്സ്. അവരാണ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് ഈ സോങ്ങിനെയെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്തത്. ഓഫൺ ആഡിങ് ദെയർ ഓൺ എക്സ്പീരിയൻസസ്, അവരുടെ എക്സ്പീരിയൻസ് കൂടെ ആ പാട്ടുകളിൽ ആഡ് ചെയ്ത് അങ്ങനെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റ് ജനറേഷനിലോട്ട് ഈ പാട്ടുകളെല്ലാം കൈമാറ്റം ചെയ്തു. Thus, the songs as we have them today
as much as the creation of the saints as the generations of the people who sang them. അപ്പോൾ അതും അങ്ങനെയാണ് ഇപ്പോഴുള്ള ആ പാട്ടുകൾ, ആ സെയിൻസ് എഴുതിയ ആ പാട്ടുകൾ നമ്മളിലോട്ട് ഇപ്പോഴുള്ള ജനറേഷനിലോട്ട് എത്തിയിരിക്കുന്നത്. ദേ ഹാവ് ബിക്കം എ പാർട്ട് ഓഫ് അവർ ലിവിങ് പോപ്പുലർ കൾച്ചർ. ഈ പോപ്പുലർ ലിവിങ് കൾച്ചറിലെ, ഇപ്പോഴുള്ള കൾച്ചറിലെ ഒരു മെയിൻ പാർട്ടായിട്ട് ആ പാട്ടുകളും ഭജനകളൊക്കെ മാറി. ആൻ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഭക്തി സയൻസ്. ഈ എല്ലാ ഭക്തി സയൻസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ടുവേർഡ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മ്യൂസിക് ഡെവലപ്പ് ചെയ്തു. ജയദേവ ഓഫ് ബംഗാളിലെ ജയദേവ കമ്പോസ്ഡ് ഗീത ഗോവിന്ദ ഇൻ സംസ്കൃതത്തിൽ ഗീത ഗോവിന്ദ എഴുതി ജയദേവ ബംഗാളിലെ. ഈച്ച് സോങ് കമ്പോസ്ഡ് ഇൻ എ പർട്ടിക്കുലർ രാഗ ആൻഡ് താള. ഓരോ സോങ്ങും അതിനും ഓരോന്നിനും ഓരോ രാഗവും താളം ഉണ്ടായിരുന്നു. എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ദാറ്റ് ദീസ് സെയിൻസ് ഹാഡ് ഓൺ മ്യൂസിക് വാസ് ദ യൂസ് ഓഫ് ഭജൻ, കീർത്തൻ ആൻഡ് അഭംഗ്. ഇങ്ങനെയുള്ള ഭജനകളും കീർത്തനങ്ങളും ഒക്കെ അവരുണ്ടാക്കി. These songs, which emphasized on the emotional experience, had a tremendous appeal to the common people. അവരുടെ പാട്ടുകളിലുള്ള ഇമോഷണൽ എക്സ്പീരിയൻസ് അത് ഈ കോമൺ പീപ്പിൾ, സാധാരണ ആൾക്കാരിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ഒരുപാട് അവരെ സ്വാധീനിച്ചു. അപ്പം അതായിരുന്നു ഈ പാട്ടിൽ നമ്മൾ കോമൺ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന സെയിൻസിനെ, ഭക്തി സെയിൻസിനെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചും അവരുടെ പാട്ടുകളെക്കുറിച്ചൊക്കെയാണ് ഈ പാട്ടിൽ നമ്മൾ നോക്കിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്.